നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സമ്മർ സീസൺ ഒക്കെ വരല്ലേ, ചിക്കൻ പോക്സിന്റെ ഒക്കെ സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോ ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് എന്തെല്ലാം കഴിക്കാം, എന്തെല്ലാം കഴിക്കാൻ പാടില്ലാന്ന്. അപ്പൊ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ള റിക്കവറിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഭക്ഷണം കഴിക്കാമെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് തന്നെ ഈ സമയത്ത് കൂടുതലായിട്ട് ഡീഹൈഡ്രേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലാംശം പുറത്തു പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നമുക്ക് നല്ല പനി ഉണ്ടാവും, പിന്നെ വേർപ്പിലൂടെ തന്നെ അത്യാവശ്യം ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 8 മുതൽ 10 ഗ്ലാസ് വരെ എന്തായാലും വെള്ളം കുടിച്ചിരിക്കണം. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനൊക്കെ വെളിയിൽ തള്ളാന് നല്ലതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കരിക്കിന്റെ വെള്ളം, ഹെർബൽ ടീ, ചാമമില്ല ടീ, ജിഞ്ചർ ടീ ഇതെല്ലാം കുടിക്കുന്നത് വളരെ നല്ലതാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ്. എന്തൊക്കെയാ നോക്കിയാലോ. ഓറഞ്ച് നമുക്ക് കഴിക്കാവുന്നതാണ്, കിവി കഴിക്കാം, മുന്തിരി കഴിക്കാം, സ്ട്രോബെറി കഴിക്കാം, അവക്കാഡോ കഴിക്കാവുന്നതാണ്, സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം. അങ്ങനെ അത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ വായന്റെ ഉള്ളില് കുമിളകൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഓറഞ്ച് കഴിക്കുന്നത് അങ്ങനെയുള്ളപ്പോ കുറയ്ക്കുന്നത് നല്ലതാട്ടോ. മറ്റുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ധാരാളം എടുക്കാവുന്നതാണ്. പച്ചക്കറികളില് ഇലക്കറികൾ ധാരാളം കഴിക്കാവുന്നതാണ്. ചീര കഴിക്കാം, പാലക്ക് കഴിക്കാം. പിന്നെ കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള ചെറിയ രീതിയിൽ കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള സൂപ്പ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഈ സമയത്ത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യം വളരെ വേഗത്തിൽ തന്നെ വീണ്ടെടുക്കാൻ സഹായിക്കും. വേവിച്ച മൃദുവായിട്ടുള്ള ഇറച്ചി, അതായത് ചിക്കനൊക്കെ നന്നായി വേവിച്ചതിന്റെ സൂപ്പൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ നന്നായി വേവിച്ച മത്സ്യം വരെ നമുക്ക് കഴിക്കാം. ട്യൂണ ഫിഷ് ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. നട്ട്സിന്റെ കാര്യത്തില് ബദാം, വാൾനട്ട്, ഫ്ലാക്സ് സീഡ്, അതുപോലെ തന്നെ പംകിൻ സീഡ് ഇതെല്ലാം ധാരാളം ഉൾപ്പെടുത്താവുന്നതാണ്. ഇതെല്ലാം നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒലീവ് ഓയിൽ ഈ സമയത്ത് യൂസ് ചെയ്യണതും വളരെ നല്ലതാണ്. പഞ്ചസാര ചേർക്കാത്ത ടൈപ്പ് ജ്യൂസുകൾ ഉണ്ടല്ലോ, ഒരിക്കലും പഞ്ചസാര ചേർക്കരുത്. പഞ്ചസാര ചേർക്കാണെങ്കിൽ നമ്മുടെ റിക്കവറി കുറച്ച് സ്ലോ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ പഞ്ചസാര ചേർക്കാത്ത ടൈപ്പ് ജ്യൂസുകൾ നമുക്ക് കുടിക്കാവുന്നതാണല്ലോ. മൃദുവായിട്ടുള്ള ചിക്കന്റെ സൂപ്പ് നല്ല ഒരു ഭക്ഷണം തന്നെയാണ്. പിന്നെ ഈ സമയത്ത് നമുക്ക് വായയിലൊക്കെ കുമിളകളുള്ള കാരണം മൃദുവായതും വളരെ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആവുന്ന ടൈപ്പ് ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കാം. തൈര് ചെറിയ രീതിയിൽ കഴിക്കുന്നത് ഗട്ട് ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. ഇപ്പൊ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് കഫക്കെട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തൈര് അത്യാവശ്യം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കഴിക്കാൻ പാടില്ല എന്ന് നോക്കിയാലോ. ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കണം. അതുപോലെ തന്നെ കുക്കീസ്, ചോക്ലേറ്റ്, പിന്നെ ബിസ്ക്കറ്റുകള്, പിന്നെ ഒരുപാട് മധുര പലഹാരങ്ങള് ഇതെല്ലാം കഴിക്കാതിരിക്കണം. ഒരുപാട് ഓയിലി ഫുഡുകളും ഈ സമയത്ത് ഒഴിവാക്കണം. കൂടുതൽ നമുക്ക് ഒലീവ് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫുഡുകൾ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാം. എന്തെങ്കിലും ഭക്ഷണത്തിൽ അലർജി ഉണ്ടെങ്കിൽ, ഇപ്പൊ ചില ആൾക്കാർക്ക് നോക്കുകയാണെങ്കിൽ പൈനാപ്പിൾ പറ്റില്ല, ചില ആൾക്കാർക്ക് ചെമ്മീനൊന്നും പറ്റണമെന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരിക്കലും നിങ്ങൾ അത് കഴിക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ സിംറ്റംസ് നല്ല രീതിയിൽ കൂടാൻ ചാൻസ് കൂടുതലാണ്. ഈ സമയങ്ങളിൽ എരിവ് മാക്സിമം കുറയ്ക്കായിരിക്കും നല്ലത്. എരിവുള്ള ഭക്ഷണങ്ങള് ക്യാപ്സൈൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ചൊറിച്ചില് കൂട്ടാന് കാരണമാവുന്നുണ്ട്. അപ്പൊ അത് കാരണമാണ് ഈ പറയുന്നത് ഈ സമയങ്ങളിൽ എരിവുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കരുതെന്ന്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ആ കുമിളകളിൽ ചൊറിച്ചില് കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പൊ കൂടുതലും ഈ സമയത്ത് എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഒരുപാട് മസാല ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ക്രഞ്ചി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോ ചക്ക വറുത്തത്, കായ വറുത്തത്, അതെല്ലാം ഈ സമയത്ത് ഒഴിവാക്കണം. കാരണം എന്താ വെച്ചാൽ വായയില് കൂടുതലായിട്ട് വ്രണങ്ങള് ഉണ്ടെങ്കിൽ അത് പൊട്ടിയിട്ട് അതുവഴി ഇറിറ്റേഷൻസ് കൂടാനും ഇത് കാരണമാവുന്നുണ്ട്. കോഫി, ടീ, സോഡ, കാർബണേറ്റഡ് ആയിട്ടുള്ള ജ്യൂസ് ഒക്കെ ഇല്ലേ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്.